അയ്യോ, മോള് കരയാണോ? എന്തിനാ കരയുന്നേ? ആ, ഈ ബുക്ക് വായിച്ചോ. അയ്യോ, എന്തിനാ മോളെ കരയുന്നേ? കരയല്ലേ. ഒഴിവു സമയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വെറുതെ ഒരു രസത്തിനാണ് ഞാൻ നൃത്തം പഠിച്ചത്. എന്നെക്കുറിച്ച് പത്രത്തിൽ വന്ന ഒരു ഇന്റർവ്യൂ കണ്ടാണ് അച്ഛൻ്റെ ഒരു സുഹൃത്ത് സിനിമയിലേക്കുള്ള ക്ഷണവുമായി വന്നത്. സിനിമയിലെത്തിയ ഞാൻ പെട്ടെന്ന് പ്രശസ്തിയായി. ഇതിനിടെ പല കാരണങ്ങൾ പറഞ്ഞ് എന്റെ സ്വത്ത് മുഴുവൻ ലൂക്കോച്ചൻ കൈവശപ്പെടുത്തി. ഈ വീട് പോലും അയാൾ മറ്റൊരാൾക്ക് വിറ്റു. ഞാനതെല്ലാം സഹിച്ചു. എനിക്ക് സ്വസ്ഥത മാത്രം മതിയായിരുന്നു. സ്വത്തെല്ലാം അയാൾ കൊണ്ടുപോയപ്പോൾ ശല്യം തീർന്നെന്ന് കരുതി. പക്ഷെ ഒരു ദുർനിമിത്തം പോലെ ലൂക്കോച്ചൻ എന്നെ പിന്തുടരുകയായിരുന്നു. ഒരു ദിവസം പിന്നെ റീസയും കൊച്ചിനെ ഞാൻ വീട്ടിൽ പറഞ്ഞു വിട്ടു. ഞങ്ങൾ തമ്മിൽ ഒത്തുപോകത്തില്ല, അതുകൊണ്ട് പിരിഞ്ഞു. അത് വേണ്ടായിരുന്നു ലൂക്കോച്ചയ. വേണമെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ക്രിസ്ത്യാനിക്ക് രണ്ട് പെണ്ണുങ്ങളെ ഒരുമിച്ച് പൊറപ്പിക്കാൻ പറ്റത്തില്ല. ലൂക്കോച്ചൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. മനസ്സിലാക്കാനൊന്നുമില്ല. കൊച്ചിലെ മുഴുവൻ നിന്നെ വളർത്തിക്കൊണ്ട് വന്നതും കെയർടേക്കറായത് എന്തിനാണെന്ന് വിചാരിച്ചു? ആഗ്രഹം കൊണ്ട്, നിന്നെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. ചുമ്മാ കിടന്ന് പിടയ്ക്കാടി കൊച്ചേ. ആദ്യം കേൾക്കുമ്പോ ചെറിയൊരു വിഷമമൊക്കെ തോന്നും, പിന്നെ താനെ അങ്ങ് മാറിക്കൊള്ളുന്നേ. എന്നാ കൊച്ചാൻ പോയിട്ട് വരട്ടെ. അച്ഛനെ പോലെ കണ്ട ഒരാളെ ഭർത്താവായി കാണാൻ എനിക്കൊരിക്കലും പറ്റുമായിരുന്നില്ല. ലൂക്കോച്ചൻ മദ്രാസിലേക്ക് താമസം മാറ്റിയതോടുകൂടി എന്റെ പ്രശ്നങ്ങൾ കൂടുകയായിരുന്നു. മരിച്ചു കളഞ്ഞാൽ എന്തെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. വാസ്തവം പറഞ്ഞാൽ ഞാൻ അതിന് തയ്യാറെടുത്തതുമാണ്. സതീഷ് നായരുമായുള്ള ബന്ധമാ എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. മാഡം സതീഷ് നായരോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ? ഇല്ല. ലൂക്കോച്ചനെ കുറിച്ച് സതീഷ് അറിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. ഞാനിപ്പോൾ പുതിയ പടങ്ങളൊന്നും കമ്മിറ്റ് ചെയ്യുന്നില്ല. എഗ്രിമെന്റ് ചെയ്ത പടങ്ങൾ കഴിഞ്ഞാൽ ഇവിടം വിടണം. സിറ്റ്സിൽ സതീഷിന്റെ കൂടെ പുതിയൊരു ജീവിതം. മാഡത്തിന് പോലീസ് കംപ്ലൈന്റ് ആയിരുന്നില്ലേ? ലൂക്കോച്ചനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. അതൊക്കെ പ്രശ്നങ്ങൾ കൂട്ടുകയുള്ളൂ. അയാൾ ഒരു ചുക്കും ചെയ്യില്ല മാഡം. മാഡത്തിലൂടെ ഞങ്ങളുണ്ട്. ഒന്നുമില്ലെങ്കിലും ഇത് ഞങ്ങളുടെ നാടാണ്. വെറുതെ പറയുകയല്ല. ആ ലൂക്കത്തിന് ഇങ്ങോട്ട് വരട്ടെ. വരുന്നത് വരുന്നിട്ട് ചെയ്യണം ഞങ്ങൾ തീരുമാനം.